ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാൻഡ് കൂടുതൽ നോക്കുന്നവർക്ക്, അതായത് വീട് മാത്രമല്ല വീടിനോട് കൂടി കുറച്ച് മുറ്റം, സൈഡിലൊക്കെ കുറച്ച് സ്ഥലം, ഒരു 6 സെന്റിലും കൂടുതൽ ലാൻഡ് വേണ്ടവർക്കായിട്ട് നല്ലൊരു വീടാണ് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. 7100 ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടുന്നതും. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എല്ലാവർക്കും അറിയാം. പറവൂര് മന്നം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും ഫെമിലിയർ ആണ്. മന്നത്തിനടുത്ത് ആനച്ചാൽ എന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പേര് പറയുന്നത്. ഇവിടെ നിന്ന് ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 18 കിലോമീറ്റർ. തൊട്ടടുത്തുള്ളത് നമുക്ക് പറവൂരാണ്. പറവൂരേക്ക് 4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ ഭാഗത്തേക്ക് 14 കിലോമീറ്റർ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ. കാക്കനാട് കളക്ട്രേറ്റ് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 22 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 28 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിനടുത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ടാർ റോഡാണ്. 2 സൈഡിലും നിറയെ വീടുകളാണ്. നമ്മളുടെ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വീടാണ്. അങ്ങനെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് മതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ 2 സൈഡിലേക്കും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മുടെ നേരെ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഓൾറെഡി ഒരു കാർ നമുക്ക് പോർച്ച് നിങ്ങൾക്ക് കിടക്കുന്ന കാണാം. നമ്മൾ കാർ ഫുള്ളായിട്ട് അതിനകത്ത് ഇട്ടിട്ടില്ല. ഫുൾ ഒരു കാറിനെ കവർ ചെയ്യാവുന്ന വലിയൊരു പോർച്ച് തന്നെയാണ്. വലിയ വാഹനവർണ്ണം നമുക്ക് അതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. രണ്ടാമതൊരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. ടോട്ടൽ നമ്മുടെ 2 കാറുകളും അത് കൂടാതെ 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസുമാണ് കിട്ടുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓൾറെഡി ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടത്തിന് ചെടികളൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. അതും കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു ചെറിയൊരു ബൗണ്ടറി ഒക്കെ കൊടുത്തിട്ടാണ് അതിനകത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള സ്പേസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇവിടെയൊക്കെ മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് വരുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇതൊരു റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന വീടാണ്. ഓണർ എബ്രോഡ് ആയതുകൊണ്ടാണ് വീട് സെയിലായിട്ട് ഇട്ടിരിക്കുന്നത്. കിണർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വലിയൊരു കിണറാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നമ്മൾ കിണർ കഴിഞ്ഞാൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന വഴി വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം വരുന്നത്. ഇവിടെയും ഇതുപോലെ നിങ്ങൾക്ക് കാണാം മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർ പോർച്ചിന് അടുത്തുള്ള ഭാഗമാണ്. ഇവിടെയും നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് നല്ല രീതിയിൽ സെപ്പറേറ്റ് ഒരു ബൗണ്ടറി ഒക്കെ കൊടുത്തിട്ട് ചെടികളും വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് നിങ്ങൾ കിണർ കണ്ടു. അതുകൂടാതെ KWയുടെ വാട്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. സിറ്റ് ഔട്ട് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നിറയെ പില്ലറുകളൊക്കെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് കവറിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാ ഏരിയകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് റെഡിയായിട്ട് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ആണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമുക്കൊരു 6 7 ചെയറുകൾ ഇടാം. അതിനെ കണ്ടിന്യൂ ചെയ്ത് സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്തേക്കും കൂടെ വരുന്നുണ്ട്. നല്ല രീതിയിൽ വലിയൊരു സിറ്റ് ഔട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതുപോലെ നിറയെ പില്ലറുകളും വലിയ സിറ്റ് ഔട്ടിലെ ഏരിയയൊക്കെ വരുന്ന വീടുകൾ കാണാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. മുകളിലായിട്ടൊരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. പില്ലറുകളൊക്കെ നോക്കിയാൽ കാണാം നല്ല കരിങ്കൽ തൂണുകൾ പോലെയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നല്ല ഡിസൈനിൽ 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റിലേക്കാണ് ഇതിന്റെ ഫേസിംഗ് വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ചെറിയൊരു ഡിസൈനും അതിനകത്ത് വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ബീമുകൾ പോലെ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് നമുക്ക് വലിയൊരു അറേഞ്ച്മെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ആ വുഡിന്റെ വർക്കുകളൊക്കെ വരുന്നത്. അതിനിടയിലൊക്കെ CNC കട്ടിങ്ങും ആ ഗ്യാപ്പുകളിലൊക്കെ തന്നെ ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള സ്പേസ് കൂടാതെ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഇതേ എൻട്രൻസ് തന്നെയാണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഡൈനിങ്ങിലേക്ക് പോകാനുള്ള എൻട്രൻസും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഹാൻഡ് റൈൽസ് വരുന്നത്. ഭംഗിയായിട്ടാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്.
ഇതിനകത്തുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമ്മുടെ ടി വി യൂണിറ്റിന്റെ ഒക്കെ അകത്ത് വരുന്ന ഭാഗം ഷെൽഫുകളായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് അത് യൂസ് ചെയ്യാം. സ്റ്റെയർകേസിന്റെ താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇപ്പം പെയിന്റിങ് കഴിഞ്ഞുകൊണ്ട് പെയിന്റിന്റെ ബക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് കണക്ഷനും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയെല്ലാം നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. വാഷ് ഏരിയ വരുന്നത് ഇവിടെയായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളാണ്. മുകളിൽ മിറർ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേണും ഡിസൈനും എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വലുപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ്. സൈഡിലെല്ലാം ഓപ്പൺ കബോർഡ് ഷെൽഫുകളും താഴെയെല്ലാം ഡ്രോസുമായിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡും റെഡ് കളറിലെ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് ബാത്റൂമിനകത്ത് ടൈലുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോടു കൂടിയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അങ്ങോട്ടേക്ക് പോകാനുള്ള എൻട്രൻസ് ഉടനായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോള് നോക്കുവാണെങ്കിലും ടെക്സ്ചർ ഡിസൈൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു LED ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമും. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നിറയെ വാർഡ്രോബുകളാണ്. നമുക്ക് ഇതുപോലെ ഓപ്പൺ സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളും ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളിൽ മാത്രം ഡിസൈൻ കൊടുത്തിട്ട് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് മുകൾ ഭാഗത്ത് നല്ലൊരു സ്പേസും കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ നോക്കിയാൽ സെയിം തന്നെയാണ്. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയ സ്പേസ് തന്നെയാണ്. ഏകദേശം 10 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയയാണ് ഡൈനിങ്ങിനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബോർഡർ ലൈനുകളിലൊക്കെ ഡിസൈനുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. 2ആയിട്ട് തുറക്കാവുന്ന ഡോറാണ്. ഇതേപോലെ ഗ്ലാസിലും വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഗ്രാനൈറ്റ് നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് തന്നെയാണ്. സിറ്റ് ഔട്ടിലെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ വീടുകളിൽ കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ്. ഒരു 8ഓ 9ഓ പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ആ ഭാഗത്തും ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയുമാണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് നല്ല സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാലും ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ കിച്ചൺ കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു നെറ്റ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടും സൗകര്യങ്ങളോട് കൂടിയ ഒരു കിച്ചൺ ആണ് കിട്ടുന്നത്. ഇവിടെ എല്ലാം നിറയെ കിച്ചൺ സ്ലാബുകൾ വരുന്നുണ്ട്. ഇവിടെ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് സ്മോക്ക്ലെസ് അടുപ്പുകളൊക്കെ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അതിനുള്ള സംവിധാനം കൂടിയുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് സൈഡിലെല്ലാം കവർ ചെയ്ത് ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞും പുറത്തേക്ക് നമുക്ക് എക്സ്ട്രാ സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. വരുന്ന വഴിയിലെ റൂഫൊക്കെ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിലൊക്കെ ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് TV വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ വോൾ ഉണ്ട്. ഓരോ TV വെച്ചതിന് ആ ഒരു ഇതൊക്കെ നമുക്ക് അവിടെ റാക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് TV വെക്കാം. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. ചെറിയ 2 കബോർഡുകളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിലത്തെ നിലയിലുള്ള ടോട്ടലി നോക്കുവാണെങ്കിൽ 3ആമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ആമത്തെ ബെഡ്റൂം വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് ബാക്കിയുള്ള 3 വിൻഡോസും കിട്ടുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വാർഡ്രോബുകൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടും ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഒരു വോള് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മിററും മിഡിലിൽ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ LED ബൾബുകളാണ്. ബോർഡർ ലൈനുകളിലൊക്കെ വർക്കുകളും വരുന്നുണ്ട്.
ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 4ാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഇതിനൊരു ഡോറ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഡോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ഒരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാത്തടത്തോളം നമുക്കിത് കുട്ടികൾക്കുള്ള സ്റ്റഡി റൂം ആയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാവുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് കിട്ടുന്നത്. 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ലൈനുകളാണ്. അതുകൂടാതെ വലിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയുടെ പൊസിഷനിലേക്കാണ് ഇറങ്ങുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ അവർ റൂഫ് എല്ലാം ചെയ്തിട്ട് പോളികാർബൺ ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ബാത്റൂം ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ബാത്റൂം നമ്മൾ കണ്ടു. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള ഡോറ് ഇവിടെ നിന്നാണ് വരുന്നത്. വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് റൂഫ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പില് വലിയൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ വേണമെങ്കിലും വാഷിംഗ് മെഷീൻ വെക്കാം, മുകളിലും ചെയ്യാം. 2 സ്ഥലത്തും അതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളിന്ന് കണ്ടത്. റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീടാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ മന്നം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ആനച്ചാൽ എന്നാണ് എക്സാക്ട് ആയിട്ട് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ബസ് റൂട്ടിനടുത്തായിട്ടാണ്. റീസെയിൽ ഹൗസ് ആണ്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 7,100 ലാൻഡ് അളവ് വരുന്നത്. 2,300 2300 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 3 ബെഡ്റൂമുകൾ കൂടാതെ 4ാമതൊരു റൂം കൂടി വരുന്നുണ്ട്. അത് നമുക്കൊരു ബെഡ്റൂം ആയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 4 ബെഡ്റൂമോട് കൂടി ഒരു വീടാണെന്ന് പറയാം. വളരെ സൗകര്യത്തോടു കൂടിയാണ് വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇന്നത്തെ ഈ ഒരു കാലത്ത് നമുക്ക് ഈ ഒരു റേറ്റ് പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നതേ ഉള്ളൂ. റീസെയിൽ ആണെങ്കിൽ പോലും നമുക്ക് ഇത്രയും സ്ഥലം വരുന്നത് 7.1 ആണ് ലാൻഡ് അളവ് വരുന്നത്. ഇത്രയും സ്ഥലത്തോട് കൂടി ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് വീട് ആവശ്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കണം. പ്രൈസ് നോക്കുവാണെങ്കിൽ 70 ലക്ഷം രൂപയാണ്. 7,100 സെന്റ് സ്ഥലത്ത് 2,300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. 70 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് നിങ്ങൾ മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങളത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ലോൺ ഫെസിലിറ്റീസ് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും ഡിലേ വെക്കേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ഈ ബഡ്ജറ്റ് ഇത്രയും ലാൻഡ് അളവ് വരുന്ന വീടുകൾ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.